Dear students, welcome to Learner's World. In this video, I'm going to talk about Knife Meditations After an Attempted Murder by Selma Rushdie, FIUGP Semester 4 SEC Humanities and Other BA Programs, Calcutta University. Summary of Knife Meditations After an Attempted Murder. This text is an excerpt from Selma Rushdie's memoir, Knife Meditations After an Attempted Murder. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് സൽമാ റഷ്ദിയുടെ ആത്മകഥ ആയിട്ടുള്ള നൈഫ് മെഡിറ്റേഷൻസ് ആഫ്റ്റർ ആൻ അറ്റംപ്റ്റഡ് മർഡർ എന്ന കൃതിയിൽ നിന്നുള്ള ഒരു ഭാഗമാണ്, ഒരു എക്സെപ്റ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻ ദിസ് പാർട്ട് റഷ്ദി റിഫ്ലെക്ട്സ് ഓൺ എ വയലന്റ് അറ്റാക്ക് ഓൺ ഹിം ആൻഡ് എക്സ്പ്ലോർസ് ഹൗ വയലൻസ് അഫക്ട് ദ ഹ്യൂമൻ മൈൻഡ്, മെമ്മറി ആൻഡ് സെൻസ് ഓഫ് റിയാലിറ്റി. അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ സൽമാ റഷ്ദി തൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഒരു അക്രമത്തെക്കുറിച്ചിട്ടാണ് ഇതിൽ അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യുന്നത്. ഈ ഒരു അക്രമം മനുഷ്യൻ്റെ മനസ്സിനെയും ഓർമ്മകളെയും യാഥാർത്ഥ്യ ബോധത്തെയും ഒക്കെ എങ്ങനെ തകർക്കുന്നു എന്താണ് ഇതിൻ്റെ മുഖ്യ വിഷയമായിട്ട് ഇതിൽ പറയുന്നത്. The incident took place on August 12, 2022 in Chautauqua, now New York, where Rushdie had gone to speak at an event about the importance of protecting rights and free expression. അപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്നത് 2022 ഓഗസ്റ്റ് 12 ന്യൂയോർക്കിലെ ചോട്ടോക്യ എന്ന സ്ഥലത്ത് എഴുത്തുകാരുടെ സുരക്ഷയും അഭിപ്രായ സ്വാതന്ത്ര്യവും സംബന്ധിച്ച് സംസാരിക്കാനെത്തിയപ്പോഴായിരുന്നു ഈ ഒരു വിഷയം, ഈ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. Just as he came onto the stage of an open-air amphitheater, a young man rushed towards him and attacked him with a knife. അപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്നത് ആംഫിതിയേറ്ററിൽ, ഒരു ഓപ്പൺ ആംഫിതിയേറ്ററാണ്, തുറന്നിട്ടുള്ള ഒരു ആംഫിതിയേറ്ററിലെ വേദിയിലേക്ക് റുഷ്ദി കയറുന്ന സമയത്ത് ഒരു യുവാവ് പാഞ്ഞെത്തി റുഷ്ദിയെ കത്തി ഉപയോഗിച്ച് ആക്രമിച്ചു. റുഷ്ദി വാസ് സീരിയസ്ലി ഇഞ്ചേർഡ് ബട്ട് സർവൈവ്ഡ് ആഫ്റ്റർ എ ലോങ് പീരിയഡ് ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് റിക്കവറി. ആ സമയത്ത് റുഷ്ദിക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റു. പിന്നീട് ദീർഘമായിട്ടുള്ള ചികിത്സക്കും പുനരധിവാസത്തിനൊക്കെ ശേഷം അദ്ദേഹം രക്ഷപ്പെട്ടു. റുഷ്ദി ഡിസ്ക്രൈബ്സ് ദ മൊമെൻറ്റ്സ് ബിഫോർ ദ അറ്റാക്ക് കാംലി. ആക്രമണത്തിന് മുമ്പുള്ള നിമിഷങ്ങൾ വളരെ ശാന്തമായിട്ടുള്ളതായിരുന്നു എന്ന് റുഷ്ദി വിവരിക്കുകയാണ്. He remembers walking onto the stage, seeing the audience and feeling normal. അദ്ദേഹം ഓർമ്മിക്കുന്നുണ്ട്, സ്റ്റേജിലേക്ക് നടന്നു വരുന്ന സമയത്ത് ഓഡിയൻസിനെ കാണുന്ന സമയത്ത് വളരെ നോർമലായിട്ടാണ് കാണുന്നത്. എല്ലാം സാധാരണമായിരുന്നു. സഡൻലി ഹിസ് പീസ്ഫുൾ വേൾഡ് വാസ് ഷാറ്റഡ് ബൈ വയലൻസ്. പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം മാറുന്നത്. He explains that when violence strikes unexpectedly, people lose their ability to think clearly. അദ്ദേഹം വിവരിക്കുന്നുണ്ട്, അതായത് ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആക്രമണം സംഭവിക്കുമ്പോൾ മനുഷ്യർക്ക് വ്യക്തമായിട്ട് ചിന്തിക്കാനാവില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. Fear, panic and confusion take over the mind and the usual rules of behavior disappear. അതായത് പെട്ടെന്ന് ഒരു ആക്രമണം സംഭവിക്കുന്ന സമയത്ത് ഭയം, ആശങ്ക, ആശയക്കുഴപ്പം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിനെ കീഴടക്കുന്നുണ്ട്. നമുക്ക് സാധാരണ പെരുമാറ്റ രീതികളൊക്കെ നമുക്ക് അവിടെ ഇല്ലാതാവുകയാണ്. നമുക്ക് കാര്യങ്ങളെക്കുറിച്ചിട്ട് വ്യക്തമായിട്ട് ചിന്തിക്കാനും കഴിയുന്നില്ല. ദിസ് ഇസ് വൈ ഹി കുഡ് നോട്ട് റിയാക്ട് ഓർ ഡിഫെൻഡ് ഹിംസെൽഫ് ഇൻ ദോസ് ഫ്യൂ സെക്കൻഡ്സ്. അതുകൊണ്ടാണ് ഞാൻ ആ ചെറിയ സെക്കൻഡുകളിൽ എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റാതിരുന്നത്. ദ ഓതർ റിഫ്ലെക്ട്സ് ഡീപ്ലി ഓൺ വൈ ഹി ഡിഡ് നോട്ട് റൺ ഓർ ഫൈറ്റ് ബാക്ക്. എന്തുകൊണ്ട് താൻ ഓടിയില്ല, എതിർത്തില്ല എന്ന ചോദ്യത്തെക്കുറിച്ച് അദ്ദേഹം ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. He realizes that in moments of sudden danger, the human mind becomes paralyzed. അദ്ദേഹം അതിന് നൽകുന്ന ഒരു മറുപടി, പെട്ടെന്നുള്ള ഒരു അപകട സാഹചര്യങ്ങളിൽ മനുഷ്യൻ്റെ മനസ്സ് സ്തംഭിച്ചു പോകുന്നു എന്നുള്ളത് അദ്ദേഹം തിരിച്ചറിയുന്നു. Violence breaks the familiar structure of reality, leaving the victim helpless and disoriented. അതായത് അക്രമം യഥാർത്ഥത്തിൻ്റെ പരിചിതമായ ഘടനയെ തകർക്കുകയും ഇരയെ അശക്തനാക്കുകയും ചെയ്യുന്നു. അതായത് നമ്മൾ അതുവരെ വളരെ കാമായിട്ടാണ് അദ്ദേഹം സ്റ്റേജിലേക്ക് കടന്നു വന്നത്. സാധാരണമായിട്ടുള്ള ഓഡിയൻസാണ് മുമ്പിലിരിക്കുന്നത്.
ആ ഒരു സമയത്താണ് ആക്രമണം നടക്കുന്നത്. ഈ അക്രമം വയലൻസ് വന്നു കഴിഞ്ഞാൽ മനുഷ്യന് ചിന്തിക്കാനുള്ള കഴിവൊക്കെ നഷ്ടപ്പെടും. അതായത് നമ്മുടെ മനസ്സിൽ വെറും പേടിയും ആശങ്കയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, പ്രവർത്തിക്കാനുള്ള കഴിവ് പോലും നഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. അതാണ് അദ്ദേഹം മറുപടി കൊടുക്കുന്നത്. അതായത് ഞാൻ എന്തുകൊണ്ട് ഓടിയില്ല, എന്തുകൊണ്ട് അതിനെ റിയാക്ട് ചെയ്തില്ല എന്നുള്ളത്. Rusty also connects the attack to his past. Decades earlier, he had faced threats and persecution because of his novel, The Satanic Verses. അദ്ദേഹം ഈ ഒരു ആക്രമണം തൻ്റെ പാസ്റ്റുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് സേറ്റനിക് വേഴ്സസ് എന്ന അദ്ദേഹത്തിൻ്റെ നോവലിനെ തുടർന്ന് അദ്ദേഹം ഒരുപാട് ഭീഷണികളും ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. He feels that the attacker was not just a person from the present, but as a symbol of hatred carried forward from the past. അദ്ദേഹം വിശ്വസിക്കുന്നത് ആ അക്രമി ഇപ്പോഴത്തെ ഒരാളല്ല, മറിച്ച് പഴയ വെറുപ്പിൻ്റെയും അസഹിഷ്ണുതയുടെയും പ്രതീകമാണെന്ന് അദ്ദേഹം കരുതുന്നുണ്ട്. അതായത് ഈ ഒരു അക്രമി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പഴയ കാലഘട്ടത്തിലെ ഒരു എതിരാളിയായിരിക്കാം എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. ഇൻ ദിസ് സെൻസ് ദ അറ്റാക്ക് റെപ്രസെൻറ്റ് ഹൗ ഓൾ വയലൻസ് ആൻഡ് ഇൻടോളറൻസ് ക്യാൻ റിട്ടേൺ ഈവൻ ആഫ്റ്റർ മെനി ഇയേഴ്സ്. അതായത് വർഷങ്ങൾ കഴിഞ്ഞാലും പഴയ അക്രമചിന്തകൾ വീണ്ടും മടങ്ങി വരാമെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. ത്രൂ ഔട്ട് ദ ടെക്സ്റ്റ്, അതായത് നമുക്ക് പഴയ നമ്മളുമായിട്ട് പ്രശ്നമുള്ള ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ ഒരു വൈരാഗ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇപ്പോഴും നമ്മൾ ആക്രമിക്കപ്പെടാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ത്രൂ ഔട്ട് ദ ടെക്സ്റ്റ് റോസ്റ്റി യൂസസ് മെംവാർ, ഡ്രീംസ് ആൻഡ് ലിറ്റററി റെഫറൻസസ് ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് എക്സ്പീരിയൻസ്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റിൽ ഉടനീളം റുഷ്ടി മെമ്മറീസ്, ഓർമ്മകളും അതുപോലെ ഡ്രീംസ്, സ്വപ്നങ്ങളും ലിറ്റററി റെഫറൻസസ്, സാഹിത്യ സൂചനകളും ഉപയോഗിച്ച് റുഷ്ടി തൻ്റെ അനുഭവം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഈ ടോക്സ് അബൌട്ട് ഫിയർ, സർവൈവൽ ആൻഡ് ദ ഫ്രജിലിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ്. അദ്ദേഹം ഭയം, ജീവൻ്റെ നിലനിൽപ്പ്, മനുഷ്യജീവിതത്തിൻ്റെ നിസാരത എന്നിവയെക്കുറിച്ചിട്ടാണ് അദ്ദേഹം എഴുതുന്നത്. അദ്ദേഹം പറയുന്നത് ഹി ടോക്സ് അബൌട്ട് ഫിയർ, പേടിയെക്കുറിച്ചിട്ട്, സർവൈവൽ, അതിജീവനം, ആൻഡ് ഫ്രജിലിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ്. ഡെസ്പൈറ്റ് ദ ട്രോമ ഇറ്റ് ഡസ് നോട്ട് അലോ വയലൻസ് ടു ഡിഫെൻഡ് ഹിം. അതായത് ഈ വേദനയുള്ള അനുഭവം തൻ്റെ ജീവിതത്തെ നിർവചിക്കാൻ അദ്ദേഹം അനുവദിക്കുന്നില്ല. റൈറ്റിംഗ് ബിക്കംസ് എ വേ ഫോർ ഹിം ടു റീഗെയിൻ കൺട്രോൾ ആൻഡ് മേക്ക് സെൻസ് ഓഫ് വാട്ട് ഹാപ്പൻ. എഴുത്താണ് അദ്ദേഹത്തിന് അർത്ഥം കണ്ടെത്താനും ആത്മനിയന്ത്രണം വീണ്ടെടുക്കാനും ഒക്കെ സഹായിക്കുന്നത്. ദ ടെക്സ്റ്റ് ഫൈനലി കൺവേസ് എ സ്ട്രോങ് മെസ്സേജ്. വയലൻസ് ഡിസ്ട്രോയ്സ് ക്ലാരിറ്റി ആൻഡ് റീസൺ, ബട്ട് റിഫ്ലക്ഷൻ, കറേജ് ആൻഡ് ക്രിയേറ്റിവിറ്റി ഹെൽപ്പ് ഹ്യൂമൻ ബീങ് സർവൈവ് ആൻഡ് ഹീൽ. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് അവസാനം ഒരു ശക്തമായിട്ടുള്ളൊരു സന്ദേശം നൽകുന്നുണ്ട്. വയലൻസ് ഡിസ്ട്രോയ് ക്ലാരിറ്റി ആൻഡ് റീസൺ. അതായത് വയലൻസ്, അക്രമം നമ്മുടെ ക്ലാരിറ്റി, വ്യക്തതയെയും യുക്തിയെയും ഒക്കെ നശിപ്പിക്കുന്നുണ്ട്. ബട്ട് റിഫ്ലക്ഷൻ, കറേജ് ആൻഡ് ക്രിയേറ്റിവിറ്റി ഹെൽപ്പ് ഹ്യൂമൻ ബീങ് സർവൈവൽ ആൻഡ് ഹീൽ. പക്ഷേ ആത്മപരിശോധനയും ധൈര്യവും സൃഷ്ടിപരമായിട്ടുള്ള ചിന്തയും മനുഷ്യരെ